രാജീവ് ഗാന്ധി സർക്കാരിന് ശേഷം കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ സർക്കാരായിരുന്നു 2014 543 സീറ്റുകളിൽ 282 സീറ്റുകളിലായിരുന്നു ബിജെപിയുടെ വിജയം. മതസാമുദായിക ധ്രുവീകരണം ഉൾപ്പെടെയുള്ള പ്രചാരണായുധങ്ങളായിരുന്നു ബിജെപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചത്. 3 ദശാബ്ദത്തിനിടെ കേവല ഭൂരിപക്ഷത്തോടെ എൻഡിഎ അധികാരത്തിലെത്തിച്ചത് വികസന വിഷയങ്ങളും യുപിഎക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും മാത്രമായിരുന്നില്ല. യുപി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയ മതസാമുദായിക ധ്രുവീകരണം വരെ ബിജെപിയെ സഹായിച്ചു. ഈ സമവാക്യം ബിജെപി പ്രധാനമായും ഉപയോഗിച്ചത് ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായിരുന്നു. ഉത്തർപ്രദേശിൽ എസ്പിയും ബിഎസ്പിയും കോൺഗ്രസ് ആർഎൽഡി സഖ്യവും പൂർണ്ണമായും തകർന്നപ്പോൾ ബിജെപിക്ക് 80-ൽ 71 സീറ്റ് ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞതാണ് ഇതിനുദാഹരണം. ബീഹാറിലെ 40 സീറ്റുകളിൽ ബിജെപി 22 സീറ്റുകളിലും എൽജെപി 6 മണ്ഡലങ്ങളിലും ആർഎൽഎസ്പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. ഹിന്ദു മുസ്ലിം വോട്ടുകൾ ധ്രുവീകരിക്കപ്പെട്ടതുകൂടാതെ പിന്നാക്ക അതിപിന്നാക്കാവസ്ഥയിലുള്ള 24% വരുന്ന വോട്ടുകളായിരുന്നു ബിജെപിക്ക് ബീഹാറിൽ കരുത്തേകിയത്. മോദി തരംഗം കൂടുതൽ സ്വാധീനിച്ച മഹാരാഷ്ട്രയിലെ 48 മണ്ഡലങ്ങളിൽ ബിജെപി 23 സീറ്റുകളിലും ശിവസേന 18 സീറ്റുകളിലും വിജയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 44 സീറ്റും അണ്ണാ ഡിഎംകെ 37 സീറ്റും തൃണമൂൽ കോൺഗ്രസ് 34 സീറ്റും സമാജ്വാദി പാർട്ടി 7-ഉം സിപിഎം 9-ഉം നേടിയപ്പോൾ ബിഎസ്പി ചിത്രത്തിൽ നിന്നില്ലാതായ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. 2014-ലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടെങ്കിലും യുപിഎ സർക്കാരിനെതിരെ ഉപയോഗിച്ച അതേ ആരോപണങ്ങളും രാഷ്ട്രീയ സമവാക്യങ്ങളുമായിരിക്കും ഇത്തവണ എൻഡിഎക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നേരിടേണ്ടി വരിക. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.